സമൃദ്ധ, സച്ചേട്ടന്റെ മനസ്സിലാളുന്ന തീയിൽ ഞാൻ വെന്ത് വെണ്ണീറായി പോകുന്ന എനിക്കറിയാം. വേണമെങ്കിൽ ഈ നിമിഷം എനിക്കെല്ലാം സച്ചേട്ടനോട് തുറന്നു പറയാം. പക്ഷെ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് സച്ചേട്ടന്റെ ജീവനാ. ഈശ്വര, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചപ്പോ നീ അർച്ചനയെ എന്റെ മുന്നിൽ കൊണ്ടു തന്നു. പക്ഷെ എന്തിനായിരുന്നു എന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചത്? എല്ലാം കൈവിട്ട് പോകും മുമ്പ് എത്രയും വേഗം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചേ പറ്റൂ. എന്റെ മോളെയും കൊണ്ട് എനിക്ക് സച്ചേന്റെ അടുത്തേക്ക് തിരിച്ചു പോണം. എന്തൊരു തണുപ്പ്! തണുക്കണേ. എന്തേ തണുക്കുന്നുണ്ടോ? പിന്നെ തണുക്കാഞ്ഞിട്ടാണോ വിറയ്ക്കുന്നേ? അയ്യോ, ഇതിട്ടോ. ഇത് ഞാനിടാനോ? തണുത്ത് ചാവണ്ടെങ്കി മതി. ഞാനേ നിന്നെ പോലെ ചപ്പട്ട ഓട്ടോ ഡ്രൈവർ ഒന്നുമല്ല. ഈ കോട്ട് നീ എത്ര ദിവസം ഇട്ടതാ? നല്ല നാട്ടം കാണും. അങ്ങനെയാണെങ്കിലേ താൻ അവിടെ കിടന്ന് തണുത്ത് വരച്ച് ചാവ്. അല്ല പിന്നെ ഒരു സഹായം ചെയ്യുന്ന വെച്ചപ്പോ എന്റെ തലേ കയറാൻ വരുമെന്നോ? ഇതേ ഞാൻ തന്നെ ഇട്ടോളാം. വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. അയ്യോ വേണ്ട, ഇതേ ചപ്പട്ട ഓട്ടോ ഡ്രൈവറുടേതാ. സാരമില്ല, തൽക്കാലം ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. അങ്ങനെ ദേഷ്യപ്പെടാതെ ഇനി വന്നേക്ക് പ്ലീസ്. എന്താണ് കൈയൊക്കെ എവിടെയാ അമ്മച്ചി? ഓ, അപ്പൊ തനിക്കിത് ആവശ്യമുണ്ട്, പക്ഷെ താഴാൻ വയ്യ. ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയാ, ഒരിടത്തും താഴത്തില്ല. ആ, ഓ അത് മനസ്സിലായി. പക്ഷേ ഒരു ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റത്തില്ല. ഇത്രയ്ക്ക് ദുർബലനാണ് മാണിക്കുഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു കോട്ട് വന്നു കരുതി അധികം വിളച്ചെടുക്കണ്ട കേട്ടോ. ശരി ശരി.
സമൃദ്ധ, എടോ, താനിത് എവിടെ പോയതായിരുന്നു? ഞാൻ കുറച്ചു നേരം അമ്പലനടയിൽ ഇരിക്കാന്ന് കരുതി പോയതാ. എന്താടോ, എന്തു പറ്റി? ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. ഉറക്കം വന്നില്ല, അതുകൊണ്ട്. ആ, എന്നാ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? തന്നെ കാണുന്നത് ഞാനാകെ ടെൻഷനായി. അത് പിന്നെ ഞാൻ എണീറ്റപ്പോ ഗൂഗിളിൽ നല്ല ഉറക്കമായിരുന്നു. അതാ പിന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന് കരുതി. എന്നെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ വന്നേനെ. നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്പലനടയിലോ ആൽത്തറയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാമായിരുന്നു. ശരി ശരി, താമൊന്ന് റെഡിയാവും. പൂജയ്ക്ക് പോകണല്ലേ? ഇപ്പൊ തന്നെ നേരം വൈകി. വാ. സമൃദ്ധ, എടോ വാടോ. എന്തൊരു കഷ്ടാ, നവീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നവീൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. കാടിനുള്ളിൽ ആയതുകൊണ്ട് നെറ്റ്വർക്ക് കിട്ടാത്തോണ്ടാവും. മോള് വെറുതെ ടെൻഷൻ ആവണ്ട. പൂജ ആവുമ്പത്തേക്കും നവീൻ ഇങ്ങെത്തും, ഉറപ്പാ. സിനിച്ചേച്ചി, ഇന്നലെ രാത്രി തന്നെ അവളോടൊന്നും പോയില്ലേ? ഇന്നലെ രാത്രി തന്നെ പോയെന്ന് അറിഞ്ഞ്. പിന്നെ മോളിക്കുട്ടിയുടെ ഓട്ടോയും കാണുന്നില്ല. പോയി അവക്ക് നല്ലത്. നമ്മളെല്ലാരും കൂടെ പറഞ്ഞിട്ട് അവള് പോയല്ലോ. പിന്നെ എന്തിനാണ് അവളെ കുറ്റം പറയുന്നത്? പൂജയുടെ പകുതിക്ക് വെച്ച് പോയാ പാമ്പ് കടിക്കും വിഴുങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായോ എന്തോ, ചത്തു തൊലഞ്ഞോ ആവോ. അങ്ങനെ നടന്നിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. ഇങ്ങനെയുള്ള സംസാരം നിന്നോട് ആവർത്തിക്കരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ.